ദിവസവും 10 തവണ ഈ ഒരു ചെറിയ ഇസ്മ ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമ്പത്തിന്റെ പേരിൽ വേദനിക്കേണ്ടി വരില്ല. അതായത് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, ദാരിദ്ര്യം പിടിച്ചതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടിയേ വരൂല. അങ്ങനത്തെ അത്ഭുതകരമായ ഒരു ഇസ്മ നമുക്കിന്ന് പഠിക്കാം. 40 ദിവസം തുടർച്ചയായിട്ട് ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ എന്തുദ്ദേശം വെച്ചാണോ അത് ചൊല്ലിയത് ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ ഉറപ്പ് പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇസ്മ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിന്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കുറേ നേട്ടങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കരസ്ഥമാക്കാം. അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അഅ്മാലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെ വലിയൊരു പിടിവള്ളിയാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം അസ്മാഉൽ ഹുസ്നയിലുണ്ട്. നമ്മുടെ എന്ത് കാര്യവും റബ്ബിനോട് ചോദിക്കാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നിങ്ങൾ ചോദിച്ചോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ഇസ്മുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ദുആരക്കാരുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായ ഖയ്യൂമായ അള്ളാഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ഇസ്മുകൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും വലിയ പവർ ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം ഒരു ഇസ്മ അൽ ബാസിത്തു എന്ന നാമം. ബാസിത്തു എന്ന ഇസ്മിനെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? അൽ ബാസിത്തു, ബാസിത്തു എന്ന് പറഞ്ഞാൽ തന്നെ വിശാലത ചെയ്തതാണ്. കിതാബുകൾ വിവരിക്കുന്നത് അൽ ബാസിത്തു ലിൽ അർസാഖി വലിർ റഹ്മ, റഹ്മത്തിലും അതുപോലെ റിസ്കുകളിലും ഒക്കെ വിശാലത ചെയ്യുന്നവനായ അള്ളാഹു. അള്ളാഹു നമുക്ക് നൽകിയ റഹ്മത്തുകൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ, അതിൽ വിശാലത ചെയ്യുന്നവനാണ്. റിസ്കുകൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, അതുപോലെ പാനീയങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ വീടുകൾ, വാഹനങ്ങൾ തുടങ്ങി നമ്മുടെ ജോലികൾ, നമ്മുടെ മക്കൾ, നമുക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമടക്കം നമുക്ക് നൽകിയ റിസ്ക്കാണ്. അപ്പോൾ ഇതിലൊക്കെ വിശാലത ചെയ്തു വരുന്നവനായ അള്ളാഹു. ഫമൻ അറാദ അൻ യർസുഖൽ മാല വൽ വലദ വസ്സഅത ഫിൽ മഅശിയ, ആരെങ്കിലും ഒരാൾ സമ്പത്ത് കിട്ടണമെന്ന്, അതുപോലെ തന്നെ മക്കളെ കിട്ടണമെന്ന്, അതുപോലെ അവർ ചെയ്യുന്ന ജോലികളിൽ അവരുടെ മഴീഷത്തിൻ്റെ മാർഗങ്ങളിൽ വിശാലത ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തൈസീരു ഉമൂരിൽ ദുനിയാഹു, അവരുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയുദാവിം അലാ ഖൗലി യാ ബാസിത്ത്. യാ ബാസിത്ത് എന്ന ഇസ്മ, യാ ബാസിത്ത് അല്ലയോ ബാസിത്തായ അള്ളാഹ് എന്ന ഇസ്മ അവർ ദായിമാക്കിക്കൊള്ളട്ടെ. അതായത് എന്നും നിത്യമായി ചൊല്ലിക്കൊള്ളട്ടെ, എല്ലാ ദിവസവും നിത്യമായി ചൊല്ലിക്കൊള്ളട്ടെ എന്ന് നിശ്ചിത എണ്ണം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. നമ്മുടെ ഹാജത്ത് പൂർത്തീകരിച്ച് കിട്ടാൻ നമുക്ക് ഒരുപാട് മുറാദുകളില്ലേ, നമ്മുടെ കൽബിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? കടബാധ്യതകൾ തീർന്നു കിട്ടി ഒരു സന്തോഷമുള്ള സ്വസ്ഥതയുള്ള ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ ചില ആളുകൾ പറഞ്ഞത് സ്ഥലം വിറ്റുപോയാൽ എൻ്റെ കടം തീരും. അതായത് എനിക്ക് ഇന്നടുത്ത് സ്ഥലങ്ങളുണ്ട്, അത് വിറ്റുപോയാൽ തീരാവുന്ന കടങ്ങളേ ഉള്ളൂ. പക്ഷേ സ്ഥലം വിറ്റുപോകാൻ, അത് വിൽക്കാൻ കഴിയണില്ല അല്ലെ? പല തടസ്സങ്ങളും വന്നിട്ട് വിൽക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി, വീടുണ്ട്, അത് വിറ്റുപോയി കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആവശ്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. പല രൂപത്തിലാണ് പലരുടെ ആവശ്യങ്ങൾ. കടബാധ്യത തീർന്നു കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ മുന്നിലുണ്ടായിട്ട് അത് വിൽക്കാൻ കഴിയാതെ, അല്ലെ ആ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലെ മക്കളെ കെട്ടിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. എൻ്റെ മകളുടെ വിവാഹം ശരിയായിരിക്കുകയാണ്, പക്ഷേ എനിക്കൊരു സ്ഥലം വിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും? മകളുടെ വിവാഹം നടക്കും. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഇത് വിൽക്കാൻ കഴിയണില്ല, അല്ലെങ്കിൽ വീട് വിൽക്കാൻ കഴിയണില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് വിഷമം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവർ, ഒരുപാട് മുറാദുകൾ കൽബിലുള്ളവർ, ഇതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനുള്ളൊരു മാർഗ്ഗം വേണ്ടേ? ഇൻഷാ അല്ലാഹ് അതിനുള്ള മാർഗ്ഗങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന യാ ബാസിത്ത് എന്ന ഇസ്മ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വീഡിയോ മുഴുവനും കേൾക്കാൻ ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളിൽ നിന്നും മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. മൻ ഖാല ഫിൽ അസ്ഹാരി, ആരെങ്കിലും ഒരാൾ തഹജ്ജുദിന്റെ സമയത്ത്, നമ്മുടെ സുബഹിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത്, നമ്മുടെ ആവശ്യം പൂർത്തിയാകാനല്ലേ, ആരെങ്കിലും ഒരാൾ ഈ സുബഹിയുടെ സമയത്ത് യാ ബാസിത്തു എന്ന ഇസ്മ ചൊല്ലിയാൽ 10 മറാത്തിന്, എത്ര തവണ? വെറും 10 തവണ. സുബഹയുടെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദിന് എഴുന്നേൽക്കുമല്ലോ, ആ തഹജ്ജുദിന്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച്, തഹജ്ജുദൊക്കെ നിസ്കരിച്ച് നമ്മൾ പോയി ദുആ ഇറക്കുന്നവരാണ്. അപ്പോൾ ദുആ ഇറക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ദുആ ഇറക്കുന്നതിന് മുമ്പായിട്ട് യാ ബാസിത്തു യാ ബാസിത്തു യാ ബാസിത്തു എന്നൊരു 10 തവണ, ഒരുപാടും ചൊല്ലണ്ട, 10 തവണ ചൊല്ലിയിട്ട് അവരുടെ വമസഹ ബിയദിഹി, അവരുടെ എന്ത് ചെയ്യുക? ആ കൈ കൊണ്ട്, നമ്മൾ ദുആ ഇരുന്ന് ഇപ്പോൾ യാ ബാസിത്തു എന്ന് ചൊല്ലിയ ആ അവരുടെ കൈ കൊണ്ട് എന്ത് ചെയ്യാം? അവരുടെ മുഖം, മസഹ ബിയദിഹി അലാ വജ്ഹി, അവരുടെ മുഖം ഒന്ന് തടകി.
ഇങ്ങനെ യാ ബാസിത്തു എന്ന് നിരന്തരം ചൊല്ലിയിട്ട് മുഖം തുടങ്ങി ലം യഫ്തഖിറ അബദ, ജീവിതത്തിൽ ഒരിക്കലും ആ വീട്ടിലേക്ക് ദാരിദ്ര്യം വരൂല. ഇതൊരു ഉമ്മ വീട്ടിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഉമ്മയുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി അബദൻ ഒരിക്കലും കടന്നു വരൂല എന്ന്. ഒരിക്കലും ആ ചെല്ലുന്ന ദിവസം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല. അവരുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് വലിയ ഹൈറുകളുടെ വാതിലുകൾ തുറക്കാൻ കാരണമായി തീരും. നമ്മുടെ വീട്ടിൽ പട്ടിണി ഉണ്ടാവൂല. അല്ലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് തിന്നാൻ കിട്ടാതിരിക്കൽ മാത്രമാണ്. അങ്ങനെ ഉണ്ടോ? അല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ, മക്കൾ കുറേ ഉണ്ടാവും, പക്ഷെ അവരെ കൊണ്ടൊരു പ്രയോജനമില്ല. അത് മക്കളെ കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. സമ്പാദ്യം കുറേ ഉണ്ട്, പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ഹൈറായ രൂപത്തിൽ ഉപകരിക്കുന്നില്ല. അതായത് ദീനിന് ഉപകരിക്കാത്ത സമ്പാദ്യം, അതെന്താണ്? അത് ദാരിദ്ര്യമാണ്, സമ്പത്തിന്റെ ദാരിദ്ര്യമാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്, ആ ആരോഗ്യം കൊണ്ട് അള്ളാന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയണില്ല, നിസ്കരിക്കുന്നില്ല. അങ്ങനത്തതുണ്ടെങ്കിൽ അത് ആരോഗ്യം കൊണ്ടുള്ള ദാരിദ്ര്യമാണ്, ആരോഗ്യത്തിലുള്ള ദാരിദ്ര്യമാണ്. അല്ല നമ്മൾ വിചാരിച്ച പോലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തിന്നാൻ കിട്ടാതെ പട്ടിണി കിടക്കുക എന്ന് മാത്രം അല്ല. അതൊരു ഒരു വിഭാഗം മാത്രമാണ്, ദാരിദ്ര്യത്തിന്റെ ഒരു ഇനം മാത്രമാണ്. എന്നാൽ നമുക്ക് സമ്പാദ്യത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും, അതുപോലെ വീട്ടിൽ ദാരിദ്ര്യം. ചില വീടുകളുണ്ടാവും വലിയ കൊട്ടാര സമാനമായ വീട്, പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും അടിയും വഴക്കുമായിരിക്കും, ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടല്ല. ആ വീട്ടിലെ ദാരിദ്ര്യമാണത്. കുറേ മക്കളുണ്ടാവും, എണ്ണിപ്പറക്കാൻ പറ്റിയ മക്കളുണ്ടാവും, പക്ഷേ ഒന്നിനെ കൊണ്ടും ഒരു ഹൈറില്ലാത്ത മക്കളായിരിക്കും. അത് മക്കളെ കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. ഇണകളുണ്ടാകും, ഇണയെ കൊണ്ട് ഹൈറുണ്ടാവില്ല, അത് ഇണയിലുള്ള ദാരിദ്ര്യമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് വിഷയത്തിനും ദാരിദ്ര്യം കടന്നു വരാം. അപ്പോൾ ലം യഫ്തഖിർ അബദൻ എന്ന് പറഞ്ഞാൽ ഈ സംഗതികളിൽ ഒന്നും എന്തില്ല, ദാരിദ്ര്യം ഉണ്ടാവൂല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലപ്പോൾ വീട്ടിൽ 2 ആൺകുട്ടികൾ ഉണ്ടാവുള്ളൂ, അല്ലെ ഒരു മോനെ ഉണ്ടാവുള്ളൂ. ആ മോൻ മതിയാവും എല്ലാ കാര്യത്തിനും. അത് ആ മകന് കൊടുക്കുന്ന, അള്ളാഹു ആ വീട്ടിൽ കൊടുക്കുന്ന വലിയ ബറക്കത്താണ്. ഇതിൽ എത്രയും വീടുകളുണ്ട് അങ്ങനെ, വാപ്പയും ഉമ്മയും പൊന്നുപോലെ നോക്കുന്ന ആൺകുട്ടി, അല്ലെ പൊന്നുപോലെ നോക്കുന്ന മോള്. അത് ആ മകളെ കൊണ്ട്, അല്ലെ മകനെ കൊണ്ട് അള്ളാഹു കൊടുത്തൊരു ബറക്കത്താണ്, ദാരിദ്ര്യം ഒഴിവാക്കി കൊടുത്തതാണ്. ചില ആളുകൾക്ക് ചെറിയ ചെറ്റക്കുടിലായിരിക്കും, ചെറിയ വീടായിരിക്കും, പക്ഷേ ആ വീട്ടിനുള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും, ആ വീട്ടിനുള്ളിൽ ഭയങ്കര റാഹത്തായിരിക്കും. പുറത്തുനിന്ന് ആരെങ്കിലും ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ വീട് ഉള്ള എത്രയോ ആളുകൾ, അത് ആ വീട്ടിൽ അള്ളാഹു കൊടുക്കുന്ന എന്താണ്, ബറക്കത്താണ്, ദാരിദ്ര്യം ഒഴിവാക്കി കൊടുക്കലാണ്. ഇങ്ങനെ തുടങ്ങിയ എത്രയോ സംഗതികൾ. വലിയ സമ്പാദ്യമൊന്നും വേണമെന്നില്ല. തുച്ഛമായ രൂപയ്ക്ക് അല്ലെങ്കിൽ തുച്ഛമായ ശമ്പളത്തിന്, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ചെന്ന് കയറുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും, വലിയ റാഹത്തുണ്ടാവും. എന്നാലോ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ജോലിയുള്ള ആളുകളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. ഒരു റാഹത്തില്ലാത്ത വീടുകൾ, എത്രയോ വീടുകളിൽ കയറിപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നറിയോ. കൊട്ടാര സമാനമായ വീടായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പൊറുതിമുട്ടലാണ്, എന്തോ ഒരു പൊറുതികേട് പോലെയാണ്, അതൊരു ബർക്കത്തുകേടാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യുക, റാഹത്ത് കിട്ടാൻ യാ ബാസിത്ത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, രാവിലെ തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 10 തവണ നിരന്തരം ചൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാവും, നമ്മുടെ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി പല ആളുകളും ഒരുപാട് ഇതുപോലെ വലിയ മുറാദുകൾ പറഞ്ഞ ആളുകൾ കുറേ നാളുകളായി സ്ഥലം വിൽക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. അതുപോലെ തന്നെ പല വിഷയങ്ങളും പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചവർ പല സംഗതികളിലും ഏർപ്പെട്ടിട്ട് അതൊന്നും ശരിയായി കിട്ടുന്നില്ല. ഇൻ്റർവ്യൂവിന് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും പാസ്സായി കിട്ടണില്ല, അത് നടന്നു കിട്ടണില്ല. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിഷയങ്ങളും പറഞ്ഞ് ആരക്കാൻ ഏൽപ്പിച്ചവർ വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അതിൻ്റെ പിന്നിൽ നടന്നിട്ട് ശരിയാകാതെ നടക്കുന്ന ആളുകൾ, അവർക്കുള്ളൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. മഹാന്മാർ പറയാണ്, ഓമൻ കാല യാ ബാസിത്തു എന്ന ഇസ്മ 4000 തവണ ദിവസവും ചൊല്ലാനൊരൊക്കെ അവസരം കിട്ടിയ 4000 തവണ ചൊല്ലാൻ, ഒറ്റയടിക്ക് ചൊല്ലണമെന്നൊന്നുമില്ല. രാവിലെ മുതൽ, സുബഹി മുതൽ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലി തീർത്താൽ മതി. എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് ചൊല്ലി തീർക്കാം. ഇനി അത് നമുക്ക് സ്വന്തമായിട്ട് ചൊല്ലാൻ സമയം കിട്ടുന്നില്ല, ആരെങ്കിലും കൊണ്ട് ചൊല്ലിക്കാം. നമ്മുടെ വീട്ടിൽ ഭാര്യ വെറുതെ ഇരിക്കുകയാണ്, അവരെ കൊണ്ട് ചൊല്ലിക്കാം. അല്ലെങ്കിൽ ഉമ്മ ഉണ്ട്, ഉമ്മയെ കൊണ്ട് ചൊല്ലിക്കുക. ആരെങ്കിലും കൊണ്ട് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചൊല്ലിക്കാൻ പറ്റിയാൽ അങ്ങനെ 4000 തവണ എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റിയാൽ ലി മുദ്ദത്തി 40 അയ്യാം, എത്ര ദിവസം, 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. നമ്മുടെ ആ ഉദ്ദേശം വെച്ചുകൊണ്ട്, നമ്മുടെ കൽബിൽ ആ മുറാദ് വെച്ചുകൊണ്ട് 40 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലാൻ ഒരാൾക്ക് സമയം ലഭിച്ചാൽ, ഒരാൾക്ക് അതിന് അവസരം കിട്ടിയാൽ, നാലമാ യുരീദ്, അദ്ദേഹം എന്താണോ കൽബിൽ ഉദ്ദേശിച്ചത് അത് സംഗതി എത്തിച്ചു കഴിഞ്ഞു എന്ന്. എന്താണോ കൽബിൽ ഉദ്ദേശിച്ചത്, എന്തുദ്ദേശിച്ചാണോ ചൊല്ലിയത്, അത് നടന്നു കിട്ടുമെന്ന്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ, എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാകട്ടെ, സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാകട്ടെ. ഇനി യാ ബാസിത്തു എന്ന ഇസ്മിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ എടുത്തു പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒതു എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തി, ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തായിട്ട് നമ്മളിങ്ങനെ ഒരു വസ്വാസം നമ്മുടെ കൽബിൽ ഉണ്ടാവില്ലേ. ചില സമയത്ത് ഇത് ചെയ്താൽ ശരിയാകുമോ, ഇല്ലയോ, ഞാനതിന് പോയാൽ ശരിയാകുമോ, ഞാൻ പറഞ്ഞാൽ റെഡിയാകും, ഇങ്ങനെ തുടങ്ങിയിട്ട്
ഒരു വസ്വാസ് ഒരു നമ്മൾ മുമ്പത്തെ ആളുകൾ പറയും എക്കച്ചക്ക എന്ന് പറയും, അതായത് വേണോ വേണ്ടേ കോഴി അയലുമേ കയറിയെന്ന പോലൊക്കെ പറയും. അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്താ മനസ്സൊരു സ്റ്റഡി ആകാതെ നിൽക്കുക, ഒരു കാര്യത്തിൽ ഒരു യക്കീൻ കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെയൊക്കെ വിഷയത്തിൽ നിൽക്കുന്ന സമയത്ത് നിസ്കാരം ശരിയായോ ഇല്ലയോ എന്ന് വസ്വാസുള്ള ആളുകൾ, അങ്ങനത്തെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് മഹാന്മാർ പറയുന്നുണ്ട്. 70 യൗമൻ 70 ദിവസം തുടർച്ചയായിട്ട് യാ ബാസിത്തു എന്ന ഇസ്മ 76 തവണ വീതം പതിവാക്കി. അത് 70 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും 76 തവണ, കൂടുതൽ ചൊല്ലണമെന്നില്ല, 76 തവണ നിശ്ചിത എണ്ണം എന്ത് ചെയ്യാം, നിശ്ചിത എണ്ണം പിടിച്ചുകൊണ്ട് 76 തവണ മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് 70 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലാൻ കഴിഞ്ഞാൽ സബത്ത അലാ ത്വാഅത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ അവരെ ഉറപ്പിച്ചു നിർത്തും. ഒന്നാമത്തെ കാര്യം, അതായത് നിസ്കാരവും നോമ്പും സക്കാത്തും അവരുടെ കൃത്യമായി ഇബാദത്തുകൾ മുഴുവൻ കൃത്യമാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വലം യുഷ്വേഷ് ദിഹ്നഹു ബിഷക്കിൻ, അവരുടെ ഹൃദയത്തിൽ ഒരു സംശയവും അള്ളാഹു ഇട്ടുകൊടുക്കില്ല. എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിലൊരു സംശയമോ ഒരു ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല, അള്ളാഹു അവരുടെ കൽബിൽ ഒരു യഖീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഒരു ഉറപ്പ്, ഒരു വിശ്വാസം അള്ളാഹു ഇട്ടുകൊടുക്കും. അതുപോലെ തന്നെ അള്ളാഹു ബൽ ബഖിയ അല തുമഇനാൻ, അവരുടെ കൽബിൽ ഒരു തുമഇനീനത്ത്, ഒരു അടക്കം, ഒരു സമാധാനം എന്ത് ചെയ്യും, അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ ഉറപ്പ് പറഞ്ഞ ഒരു വിഷയമാണിത്. ഇത് എല്ലാ ദിവസവും 72 തവണ മുടങ്ങാതെ 70 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.